മുട്ട എങ്ങനെ ഉണ്ടായെന്ന് അറിയത്തില്ല, കോഴി എങ്ങനെ ഉണ്ടായത് വെച്ചാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രണ്ട് ജീവികൾ തമ്മിൽ ഡിങ്കോ ഡിങ്കോ നടന്നപ്പോഴായിരിക്കും കോഴി ഉണ്ടായത്. Hey guys, welcome back to guys. ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻസ് ചാലഞ്ച്. സോ ഇമ്പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ എന്താണ് ആണെങ്കിലാകുമ്പോ താടിയൊക്കെ വരും. ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു ചാലഞ്ചിൽ നമ്മൾ 3 പേരാണ്. പിന്നെ ചാർലി എവിടെയാന്നുള്ളത് കമന്റ് ചെയ്യരുത്. ആരാന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പൊ എന്തായാലും ചാർലി ബിസിബിന് മിസ് ചെയ്യുന്നുള്ള കമന്റ് വരും നമുക്കറിയാം. ചാർലി ബിസിബി വീട്ടിൽ പോയിക്കാണ്, നാളെ എത്തുന്ന പറഞ്ഞ ഗൈസ്. അപ്പൊ അടുത്ത ചാലഞ്ചിൽ എന്തായാലും ചാർലി ബിസിബി ഉണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചാലഞ്ചിലോട്ട് കിടക്കാം. പിന്നെ വേറെ കാര്യം, ഇത് എങ്ങനെയാ കളിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ ചാലഞ്ചിന്റെ പേര് മാത്രമാണ് ക്രൂ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അവിടുന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകും. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിച്ചേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി ഇത് കാറ്റഗറി ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. എന്ത് ക്വസ്റ്റ്യൻ വേണം, ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ല സാറിന്. എനിക്ക് അറിഞ്ഞൂടാ ഇമ്പോസിബിൾ, അത് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം ഗൈസ്. ഓക്കെ, ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ആണോ? സാൻഡ്വിച്ച് ആണോ? അല്ല, ഹോട്ട് ഡോഗ് എന്ന് വെച്ചാൽ ഫുഡ്. അതെന്താ ഇപ്പൊ പറയണ്ടേ ഞാൻ? ആണോ അല്ലോ? അല്ലാത്തതിന്റെ റീസൺ പറ. അല്ലാത്തതിന്റെ റീസൺ ഹോട്ട് ഡോഗ് മറ്റേ ഹോട്ട് ഡോഗ് എന്താണ്? ഹോട്ട് ഡോഗ് മറ്റേ സോസേജ് പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഹോട്ട് ഡോഗ് സോസേജ്. സോസേജ് സാൻഡ്വിച്ച് അല്ലല്ലോ. അകത്തുള്ള സാധനം ക്രൂ പറഞ്ഞ കറക്റ്റ്. അല്ല, ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞ സാൻഡ്വിച്ചാ. അതിന്റെ 2 ബണ്ണ് ഇങ്ങനെ ഇത് ചെയ്തിട്ടല്ലേ നമുക്ക് തരുന്നേ. അല്ലല്ലോ, ഇത് വട്ടത്തിലുള്ള സാധനല്ലേ? അതിന്റെ അകത്തേക്ക് ആ ഒരു സാധനം നടുക്ക് വെക്കും, എന്നിട്ട് മോള് ബണ്ണ് വരും. അപ്പൊ സാൻഡ്വിച്ചാ. സാൻഡ്വിച്ചാ അല്ല, കാരണം പറ, അല്ലാതെ കാരണം പറ. എന്റെ ബണ്ണ് വെച്ച് നോക്കുന്നുണ്ട് സാൻഡ്വിച്ച് എനിക്ക് അറിയത്തുള്ളൂ. കൂടുതൽ ഡെഫിനേഷൻ നമുക്ക് ഉറപ്പിക്കാം ഗൈസ്. ഇത് ഞാൻ അല്ല എന്ന് പറഞ്ഞു. അത് കാരണം എന്താ പറയാ, നീ വേണമെങ്കിൽ ഉത്തരം പറഞ്ഞു. എനിക്ക് സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നത്. ഇല്ല, അതാണ് അതിന്റെ കളി. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ അടിന്റെ ആവണാണ് അതിന്റെ കളി. മനസ്സിലായോ? അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആണ്. ഞാൻ സാൻഡ്വിച്ച് ആണെന്നല്ലോ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റമില്ല. അതിപ്പോ KFC കൊമ്പൻ പറഞ്ഞാലും ശരി, ഇനി KFC കൊമ്പൻ അല്ലാണ്ട് ആര് പറഞ്ഞാലും ശരി, സാൻഡ്വിച്ച് ആണ്. എന്തുകൊണ്ടല്ല അത് പറ. അല്ലാന്ന് എനിക്ക് തോന്നി, എന്റെ തോന്നല്. തുമ്മാ തോന്നി പ്രൂഫ് വെച്ച് പറയണം. എന്റെ വായിൽ എനിക്ക് തോന്നിയത് കുടിച്ചു പറയാം. അത് സത്യം, അത് അവന്റെ സ്വഭാവം അങ്ങനെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. വാട്ടർ നനഞ്ഞതാണോന്ന്, വാട്ടറിന് നനവുണ്ടോന്ന്. അതെങ്ങനെ? പിന്നെ വാട്ടറിന് പിന്നെ നനവല്ലാതെ വേറൊരു സാധനത്തിന് മുകളിൽ വാട്ടർ വന്നാലല്ലേ അത് വെറ്റാവുക. ഇപ്പൊ ഞാനുണ്ടേ, ഈ വെള്ളം എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ പുറത്ത് വീഴുമ്പോൾ ഇവിടെ വെറ്റാവുള്ളൂ. വെറ്റായി. വാട്ടർ അപ്പൊ എന്താണ്? വെള്ളം വാട്ടർ വെള്ളാന്ന് എനിക്കറിയാം. ആവാതിരിക്കാവുന്നതിന്റെ റീസൺ പറ. നിങ്ങളെ ആവുന്നതിനുള്ള റീസണല്ലേ ഇപ്പൊ പറഞ്ഞേ. അതുപോലെ അത് ഞാൻ വെറ്റെന്ന് പറഞ്ഞ എന്താ? വെറ്റെന്ന് വെച്ചാൽ നനവ്. അതെങ്ങനെ വാട്ടർ വെറുതെ ഇരിക്കുമ്പോ നനയുന്നേ? അതന്നെ, വെള്ളം നനവാടാ. വെള്ളം വെള്ളമല്ലേ? മണ്ണന്മാരായിട്ട് അഭിനയിക്കുകയാണോ? വെള്ളം ഇതിപ്പോ വെറ്റാണോ? അല്ല, ആണോ? ഇതിപ്പോ വെറ്റല്ല. മറ്റല്ല, ഇവിടെ വെള്ളം വീണാ അത് വെറ്റായോ? ഇവിടെ വെള്ളം വീഴുന്നില്ലല്ലോ. ശരി, തുപ്പല് വീഴ്ത്താം. വേർത്താലും പറ്റില്ലേ? അപ്പൊ വെള്ളം വീഴുമ്പോ വെറ്റാണെങ്കിൽ അവിടെ വെള്ളം വീഴുമല്ലേ വേർക്കുമ്പം? എടാ, വെള്ളം വീഴുമ്പോഴാണ് വെറ്റാവുന്നത്. അപ്പൊ വെള്ളം വെറ്റായതുകൊണ്ടല്ലേ ഇവിടെ വെള്ളം വീഴുമ്പോ വെറ്റാവുന്നത്. അത് വീഴുന്നത് കൊണ്ടാണല്ലോ വെറ്റുന്നത് ആ പ്രക്രിയ. ഇവിടെ നോർമൽ. ഇതിപ്പോ വെറ്റാണോ? അല്ലല്ലോ. അല്ല, വെള്ളം ഇതിനകത്തേക്ക് വീഴുമ്പോ ഇത് വെറ്റാണോ? ഇതുള്ളതുകൊണ്ട് വെറ്റ്. അപ്പൊ വാട്ടർ വെറ്റാ. നിങ്ങളിപ്പോ പറഞ്ഞ ഉദാഹരണം ഇതുള്ളത് കൊണ്ടല്ലേ വെറ്റായത്? അതെ. അല്ല, ഇതില്ലാതെ ഇപ്പൊ പിന്നെ എവിടെയെങ്കിലും വെള്ളം ഒഴിച്ചാൽ അതുള്ളതുകൊണ്ടല്ലേ? അതുള്ളതുകൊണ്ടല്ലേ? എവിടെയെങ്കിലും അത് ഉള്ളതുകൊണ്ടല്ലേ വെറ്റാവുന്നേ? എയറിലും പോലെ വെറ്റല്ലേ? അതെങ്ങനെ എയറിൽ എങ്ങനെ വെറ്റാവണേന്നോ? എയർ സർഫേസിൽ മറ്റേ വെറ്റായിട്ട് നിൽക്കൂലടാ. എങ്ങനെ വെള്ളം ഇങ്ങനെ അങ്ങനെ നിൽക്കും? ഗാലക്സി മഞ്ഞാണെങ്കിൽ വെറ്റാണോ അല്ലയോ?
മഞ്ഞ് എങ്ങനെ വെറ്റാവാ? മഞ്ഞ് മഞ്ഞ് വെറ്റാണോ അല്ലയോ? മഞ്ഞ് നട്ട് വീണാലേ അവിടെ വെറ്റാവുള്ളൂ. വീഴുന്നില്ലല്ലോ. മഞ്ഞ് അത് പറ. വെള്ളമാണ് അത്, മഞ്ഞല്ല. മഞ്ഞ് കട്ടാന്ന് പറഞ്ഞാൽ വെള്ളം കട്ടാവുന്നതാണ് മഞ്ഞ് കട്ട. അല്ലല്ല, മഞ്ഞ് എന്ന് പറയുന്നത് വേറെ, മഞ്ഞ് വേറെ യൂണിവേഴ്സ്. മഞ്ഞൊന്നും അത് എന്ത് കമന്റ്? ഒരു കമന്റും ഇല്ല. ഞാൻ നിന്നൊക്കെ കമന്റ് ഇല്ലല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ഇവന് അവന്റെ അഭിപ്രായം പറഞ്ഞു. വെള്ളം വെറ്റാണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. വെറ്റല്ല. വെറ്റല്ല. അല്ല, വെറ്റല്ല. വെള്ളം വെറ്റാണെന്ന് ഞാൻ പറയാം. അടുത്ത വെള്ളം വെറ്റി മിക്കാറ്. അപ്പൊ വെറ്റായി. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ചിക്കൻ ഓർ എഗ്? ആദ്യം കോഴിയാണോ മുട്ടയാണോ? അതിന്റെ കോഴിമുട്ട അതുകൊണ്ടാണ്. കോഴിമുട്ട കോഴിയാണോ മുട്ടയാണോ ചോദിച്ചത്? എല്ലാവരും കോഴിമുട്ട. കോഴിമുട്ട എന്ന് പറഞ്ഞപ്പോ എഗ്ഗാണോ നീ ചൂസ് ചെയ്തത്? കോഴിമുട്ട. മണ്ടനാണോ പൊട്ടനാണോ? മുട്ടക്കോഴി. ഞാൻ പറയട്ടെ, ആദ്യം ഉണ്ടായത് അതുണ്ടായ മുട്ടയാണ്. കോഴയാണ്. കോഴയല്ല, മുട്ട ആരുണ്ടായ മുട്ടയാ? ആദ്യം മുട്ട ഉണ്ടായത് എങ്ങനെ അറിയാമോ? എങ്ങനെയാ? ആകാശം പൊട്ടി വീണു. കോഴി ഉണ്ടായോണ്ടല്ല, പിന്നെ ഒരു പ്രക്രിയ കൊണ്ട് 2 മിന്നൽ അടിച്ചപ്പോ ഒരു മുട്ട. അതെ, അപ്പൊ പിന്നെ മിന്നലാണോ? മിന്നല് കുട്ടി മിന്നല് മുട്ട ഉണ്ടായെന്നാണ് പറയുന്നത്. എങ്ങനെ മിന്നല് വന്നിട്ടാ? ആണോ? എടാ, അങ്ങനെയാണെങ്കിൽ പ്രക്രിയയില് മറ്റേ ഒരു ഇത് മുട്ട ഉണ്ടായെന്നാ പറയുന്നത്. സത്യം പറയാം, ഞാൻ അത് പറയട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. എന്റെ രീതിയിലെന്ന് വെച്ചെങ്കിൽ മുട്ട ആയിരിക്കും ആദ്യം ഉണ്ടായിരുന്നത്. കാരണം മുട്ട വിരിഞ്ഞിട്ട് മുട്ട നീ പോയിട്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും പൊണ്ണത്തടിയനായ ഒരു കോഴീനെ ആദ്യം ഉണ്ടാക്കി വെക്കത്തില്ലല്ലോ. മുട്ടയെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അല്ലേ? ആ മുട്ട എങ്ങനെ വന്നു ബ്രോ? ഒരിക്കലും ഞാനിതിന് തീർച്ചയായിട്ടും തരാം. ഒരിക്കലും ചെറുതിൽ നിന്ന് വലുതാവാതെ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. അതാ, അതെങ്ങനെ മുട്ട ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. ചിലപ്പോ ഈ പല്ലിക്ക് മുമ്പ് മറ്റേ സാധനമല്ല, ഡിനോസർ അല്ലായിരുന്നാ? ഡിനോസർ വലിയ ശരിയാ. നീ എന്താ ഇപ്പോഴും പല്ലിയുടെ മുമ്പത്തെ ഇതെന്ന് വെച്ചാൽ ഡിനോസർ ആയിരുന്നു. അപ്പൊ അതെങ്ങനെ ഈ പല്ലിയിലേക്ക് വന്നത്? അത് പരിഗണിച്ച് അത്ര ചെറുതായിരുന്നു അതുപോലെ. അപ്പൊ അത് വലുതെന്ന് ചെറുതിലോട്ടല്ലേ വന്ന്? അതുപോലെ ചിലപ്പോ അപ്പൊ കോഴിയും ചെറുതിലോട്ടല്ലേ? കോഴിന്ന് വലിയ എന്തെങ്കിലും സാധനം അങ്ങനെ എന്തെങ്കിലും പരിഗമിച്ച് വന്നതായിരിക്കും കോഴിമുട്ട. അത് ഞാൻ ഗെയിംസ് കമന്റിലൂടെ വെക്കുന്നത്. അത് മുട്ടയാണ് ആദ്യം ഉണ്ടായത്. കാരണം ഒരു സാധനം വെറുതെ ഇങ്ങനെ ഒരു ചക്കത്തടിയനായിട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ മുട്ടയായിരിക്കും. അതിന് ഞങ്ങൾ തീർപ്പുണ്ടാക്കും മുട്ടയാണ്. ഇനി കമന്റ് സെക്ഷനിൽ വന്ന് അടിയുണ്ടാക്കും. ചിലപ്പോ കോഴി എന്ന് പറയുന്ന സാധനം വേറെ ഏതെങ്കിലും ജീവികളിൽ നിന്ന് ഇങ്ങനെ സിങ്ക് ആയിട്ട് വന്ന സാധനം. ഞാനും പറഞ്ഞു, കോഴി എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് മുട്ട എങ്ങനെ ഉണ്ടായെന്ന് അറിയത്തില്ല. കോഴി എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ചിലപ്പോ വേറെ ഏതെങ്കിലും 2 ജീവികൾ തമ്മിൽ ഡിങ്കോ നടന്നപ്പോഴായിരിക്കും കോഴി ഉണ്ടായത്. പറയാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ബാറ്റ്മാൻ ഓർ സൂപ്പർമാനോ? ഇത് ആദ്യം ആരുണ്ടായതാണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബാറ്റ്സ്മാൻ അല്ല, ബൗളർ. ഞാൻ സൂപ്പർമാനാണോ? സൂപ്പർമാൻ പുറത്ത് ചട്ടിട്ടാനാവും വിവരമില്ല. ബാറ്റ്മാൻ, ഞാൻ ബാറ്റ്മാൻ. ഇപ്പോഴാണ് ചട്ടി അകത്തിട്ട് തുടങ്ങിയത്. ആയിരുന്നിയോ? സൂപ്പർമാൻ. ആരും പുറത്തിടുന്നത്? ഒരു പുറത്തല്ല. ജെട്ടി എവിടെന്നല്ല ചോദ്യം. സൂപ്പർമാൻ എങ്ങനെ ഹീറോ ആക്കാൻ പറ്റിയിരിക്കെ? അപ്പൊ ഡിങ്കറെ അത് നീ ചട്ടി പുറത്തിട്ടാണെങ്കിൽ നിന്നെ ഞാൻ ഹീറോ ആക്കാം. ആണോ? നടക്കോ? ബ്രോ, ഞങ്ങൾക്ക് അതിനുള്ള സൂപ്പർ പവർ ഇല്ലല്ലോ. എനിക്ക് അതിനുള്ള സൂപ്പർ പവർ. ഏറ്റവും കൂടുതൽ പവർ ആർക്കാന്നായിരിക്കും? ഞാൻ സൂപ്പർമാനെ ചൂസ് ചെയ്യും. ഏറ്റവും കൂടുതൽ പവർ സൂപ്പർമാനാ. സൂപ്പർമാൻ ബ്രോ, കണ്ണില് തീവ്ര സാധനം ഉണ്ട്, പറക്കാനും പറ്റും. ബബ്ബാല ഇതൊന്നും വേറെ ഇതൊന്നും ബെന്റനാ വാച്ചടിക്കുമ്പോ ബബ്ബാല. പവർ സൂപ്പർമാൻ. സൂപ്പർമാൻ പവർ ഉണ്ട്, പക്ഷെ യൂസ് അറിയത്തില്ല. പക്ഷെ ബാറ്റ്മാൻ യൂസ് അറിയാം. ബാറ്റ്മാൻ മറ്റേ 2 വണ്ടി വെച്ചിട്ട് പരിപാടി കാണിക്കുന്നുണ്ടോ? വവ്വാലിനെ പോലെ അടിപൊളിയാ. ഞാൻ ഇത് കണ്ടിട്ടില്ല. വണ്ടിയുടെ എണ്ണ കയറുന്ന ചെയ്യും. വണ്ടിയുടെ എണ്ണ അതെ, അത് ബാറ്ററിയാണ്. അപ്പൊ ചാർജ് പെട്രോൾ അടിച്ചാൽ പിന്നെ നമ്മൾ പെട്രോൾ സൂപ്പർമാൻ നിങ്ങൾ ഒരു സൂപ്പർമാനാണ് ഈ കമ്മ്യൂണിറ്റിക്ക് ആണെങ്കിൽ ഏറ്റവും ദോഷം ചെയ്തേക്കണേ. എന്താ? കാരണം സൂപ്പർമാൻ വരുന്നോണ്ട് പിള്ളേരൊക്കെ മോളിൽ ബിൽഡിംഗ് ഒക്കെ എടുത്ത് ചാടിയിട്ടുണ്ട്. അല്ലല്ല, സൂപ്പർമാൻ ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ ദോഷം ചെയ്യുന്ന ഡെഡ്പൂളാ. സത്യം.
we know that we all are not in a simulation? സംഭവം എന്ന് പറയുകയാണെങ്കിൽ വേറെ ഒന്നും പറയാം. നമ്മളെല്ലാരും ഒരാളുടെ കൺട്രോളിലാണോ ജീവിക്കുന്നതാണ് സംഭവം. ആരെ കൺട്രോളാ? എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലേ? പറ്റും. എന്നിട്ട് അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ത്? ഒരാളുടെ കൺട്രോളിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ചില സംഭവങ്ങള് അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കും. ഇപ്പൊ മൈൻഡിൽ നിങ്ങളൊരു സംഭവം നിങ്ങളിപ്പോ അന്ന് മറ്റേ ആക്സിഡന്റ് ഇറങ്ങിയെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ അതിന് മുന്നേ ഇപ്പൊ ഇറങ്ങരുതാന്ന് മൈൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അറിയാതെ ഇറങ്ങി പോയി. അപ്പൊ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല അങ്ങനെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ലൈഫിൽ ആരും അങ്ങനെ പറയുന്നില്ല. എന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ബൈക്ക് കൊണ്ട് ഇടിച്ചപ്പോ അങ്ങനെ നിന്നോട് ആരും പറഞ്ഞില്ലേ? ചാവാൻ പോണ സമയത്ത് ബ്രോ പുറത്തിറങ്ങല്ലേ, ബ്രോ ഇപ്പൊ ചാവാൻ പോകണെന്ന് പറയില്ലേ? എനിക്ക് തോന്നുന്ന ഒരു സംഭവം മാത്രമല്ലോ. ആ ആക്സിഡന്റ് ശേഷം അങ്ങനെ തോന്നിയില്ലേ? ഇല്ല. ബുദ്ധി വേണ്ടേ? ആരോടൊക്കെ പറയും? അല്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പറയുന്നത്. അതാ പറഞ്ഞ അത് മനസ്സിലായി. തോന്നൽ ആരൊക്കെയോ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സംഭവമല്ലേ. നിങ്ങൾക്കൊരു തോന്നൽ വന്നു, നീ ബാങ്ക് കൊള്ളടിച്ച നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ആ തോന്നലിനോട് നിങ്ങൾ അത് പ്രവർത്തിച്ചു. കൊള്ളയടിക്കാൻ പോയി, നിങ്ങൾ കൊള്ളയടിച്ച് രക്ഷപ്പെട്ടു. അതേപോലെ ഒരു സംഭവം ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്റെ ബ്രെയിനിന്റെ കൺട്രോൾ. ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു കൺട്രോൾ അങ്ങനെ തിങ്ക് ചെയ്യാറുണ്ട്. ഞാൻ ബ്രെയിൻ എങ്ങനെ വേറെ ആൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? എന്റെ മനസ്സിൽ വരുന്ന അത് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ കൺട്രോൾ ചെയ്യാൻ ഞാൻ നിന്നോട് സംസാരിക്കണം വിചാരിക്കുന്നത് ഞാനാണ്. അല്ലല്ല, അബ്നോർമൽ മൈൻഡും ഉണ്ട്, നോർമൽ മൈൻഡും ഉണ്ട്. മനുഷ്യ അതല്ലെന്ന് തോന്നലുണ്ടോന്നാണ്. അങ്ങനെ ഒരു തോന്നൽ ഇതുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അത് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ആദ്യം പിന്നെ ഒരുമാതിരി നീ അറിയാതെ അത് അബ്നോർമൽ മൈൻഡ് ഇടാ മണ്ട. അത് അബ്നോർമൽ മൈൻഡ് നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പൊ ഈ സംവാദത്തിൽ ഒരു മനുഷ്യന് നോർമൽ മൈൻഡ് ഉണ്ട്, അബ്നോർമൽ മൈൻഡ് ഉണ്ടാവും. അത് രണ്ടും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ അത് ശരി, നമ്മൾ മനുഷ്യന്മാരെ എല്ലാരും അബ്നോർമൽസ് ആണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ട്. ചില സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫീൽഡ് ഇപ്പൊ ഞാൻ വേറൊരു ഫീൽഡിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നേ, ആ ഫീൽഡിൽ എത്തിയ ഒന്നും ആവത്തില്ലെന്ന് ഒരു മനസ്സിലൊരു തോന്നൽ വന്നു. ഈ ഫീൽഡിൽ എത്തിയപ്പോ ഞാൻ കറക്റ്റ് വെയിലാണെന്നുള്ളൊരു സംഭവം എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, അതാണ് ഉദ്ദേശിച്ചത്. ഗായ്സ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡ്രീംസ്? ടു അച്ചീവ് ഗോൾസ്. ഏത് ഡ്രീമാ? ഉറക്കത്തിൽ കിടക്കുന്ന ആ ഡ്രീംസിനെ കുറിച്ചാണോ? അല്ലാണ്ട് പിന്നെ ഏത് ഡ്രീമാ? ഞാൻ പറഞ്ഞ സ്വപ്നങ്ങൾ. മറ്റേ നമ്മളെ ഡ്രീം കാണുന്നത് ആഗ്രഹം എന്ന് വേണേ പറയാം. വേറെ ടോപ്പിക്കിലേക്ക് ഒരു വേറെ പ്രശ്നമാവും. വേണ്ട, അത് വിട്. ഡ്രീമിന്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഡ്രീം എങ്ങനെയാ കാണുന്നതെന്ന് അറിയോ? ഏറെക്കുറെ ഡ്രീം എങ്ങനെ കാണുന്നതെന്നോ? ഡ്രീം എത്ര സെക്കൻഡ് ഉണ്ടെന്ന് അറിയോ? അതല്ല ഡ്രീം, അതെനിക്കറിയത്തില്ല. ഡ്രീം ഒരു ഡ്രീം 7 സെക്കൻഡ്. പറയപ്പെടുന്നത് എന്ന് പറ. അങ്ങനെ പറയല്ലേ. നീ നിന്റെ അഭിപ്രായം, നീ നിന്റെ അഭിപ്രായം പറയുന്ന പോലെ അങ്ങനെ പറ. അങ്ങനെ പറയാല്ല. നീ പറഞ്ഞ 7 സെക്കൻഡ്, നീ 7 സെക്കൻഡ് കണ്ട പോലെ നീ പറയുന്നത്. പക്ഷെ അത് സയന്റിസ്റ്റ് പറഞ്ഞത് അങ്ങനെ പറ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഇത്രയും കാര്യങ്ങൾ കുറെ 7 സെക്കൻഡിലൊന്നും തീരുന്ന സാധനങ്ങളല്ലേ ഞങ്ങൾ തടയുന്നത്. നമ്മുടെ ബോഡി വീക്കായി ഡീപ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴാണ് കേട്ടിട്ടുണ്ട്. അതുണ്ട്. നമുക്കാണെങ്കിൽ ഇപ്പൊ ഇതിൽ പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ അത് നമുക്ക് വരും. ഇപ്പൊ എന്തെങ്കിലും പ്രേതകഥ എന്തെങ്കിലും കേട്ടിട്ട് കിടക്കുമെന്ന് വെച്ചാൽ അതാ ഞാൻ പറയാൻ വന്നത്. നമ്മുടെ എനിക്ക് വേറെ സാധനമുണ്ട്. എനിക്ക് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാമ്പിനെ കാണും. ഡ്രീം കാണാം. എനിക്ക് അങ്ങനെ ഒരു വിഷയം. ലൈഫില് കൂടുതൽ ശതമാനം കാര്യങ്ങളായിരിക്കും നമ്മൾ ഡ്രീമിൽ കാണുന്നത്. അല്ലാത്തതായിട്ട് കുറച്ച് കാര്യങ്ങളായിരിക്കും, കുറെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അതാണ് ഈ പാമ്പിന്റെ കേസൊക്കെ പറയുന്നത്. പാമ്പിനെ കണ്ടാലും പ്രായത്തിന് എനിക്ക് അറപ്പുള്ള സാധനം പാമ്പാണ്. ഞാനേ ഇപ്പൊ സത്യം പറയാൻ നമ്മളിപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളെന്ന് തോന്നിയിട്ടുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിരിക്കുന്ന ഞാനുണ്ടേ ഇതൊക്കെ ഒരു ഡ്രീമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ ഇപ്പൊ ഇത് ഡ്രീമായിട്ട് നടക്കുന്ന ഇപ്പൊ തല്ലിയത് ഡ്രീമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. കേട്ടോ, അത്രേ ഉള്ളൂ. ഞാൻ പ്രൂഫോടെ കാണിച്ചു കൊടുക്കണം, വിശ്വസിക്കുള്ളൂ. പിന്നെ ഒരാള് ഭൂമിയിലോട്ട് അങ്ങ് ഇറക്കി വിട്ടേക്കുക. ഇത് നിന്റെ ചാൻസ് ആണ്. കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും ഇങ്ങനെ സംഭവങ്ങളും കുറച്ച് ആൾ കഴിയുമ്പോ, അതായത് നിനക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാരുള്ളത്. എനിക്ക് തോന്നുന്നില്ല. അതിന് വല്ലപ്പോഴും ഗെയിമിൽ നിന്ന് ഇറങ്ങണം, ഇതുപോലെ ആലോചിക്കണം, ബുദ്ധി യൂസ് ചെയ്യണം. നല്ല ശരി, നീ ലാസ്റ്റ് കണ്ട നല്ല സ്വപ്നം എന്താ പറ? ഓർക്കണേ. ശരി, ലാസ്റ്റ് കണ്ട സ്വപ്നം ഏത് വൃത്തിയിട്ടായിക്കോട്ടെ. ഓക്കെ, ഫിക്സ്. അവിടെ ഫിക്സ് ആയി. ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് സ്വപ്നം കണ്ടത് എന്താ പറയുക പോലെ, ഞാൻ ലാസ്റ്റ് സ്വപ്നം കണ്ടത് ഒരു യാത്ര ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാൻ ഛർദ്ദിച്ച
വിചാരിച്ചായിരുന്നു. ഈ അബോധാവസ്ഥയിൽ നിന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എനിക്ക് എന്തോ ഇപ്പൊ നമ്മളിത് സംസാരിക്കുക, നമ്മളെല്ലാം അങ്ങനെ ഗാലക്സിയിൽ ഇങ്ങനെ പാറി. അടുത്ത ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് യു ഹാവ് ഫ്രീ വിൽ? ഇപ്പൊ നീ ഒരു തീരുമാനം എടുത്ത് എന്തെങ്കിലും കാരണം വന്നിട്ട് ആ തീരുമാനം മാറിപ്പോയില്ലേ? ഓഫ് കോഴ്സ് നമുക്ക് ഫ്രീ വിൽ ഇല്ല. ഫ്രീ വിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു നമ്മുടെ പരിമിതി ഉണ്ട്, നമുക്ക് പരിമിതികളുണ്ട്. സാഹചര്യവും നമുക്കാണെങ്കിൽ ഇപ്പൊ ഒരു പോർഷൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനുള്ള ഇതില്ല, നമുക്ക് അതിനുള്ള ബഡ്ജറ്റും ഇല്ല, കാര്യങ്ങളും ഇല്ല. ജോലി ചെയ്ത് മേടിക്കാൻ പറ്റും ഓഫ് കോഴ്സ്. ഓക്കെ, എനിക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന നിപ്പിലും മാനത്തേക്ക് പറക്കുന്ന ഒരു ആഗ്രഹം വന്ന് ചെയ്യാൻ പറ്റും? പറ്റില്ല. അതന്നെ, അത് എനിക്കൊരു വില്ലാണ്. അങ്ങനെ ഒരു ഫ്രീ വില്ല് ഇല്ല. ലൈക്ക് എല്ലാ കാര്യങ്ങളും പറ്റത്തില്ല നമുക്കത്. ഫ്രീ വില്ല് ശരിയാ, അതില്ല. നമുക്ക് ഇപ്പൊ യേശുദാസിനൊക്കെ നന്നായിട്ട് പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടാന്ന് പോകുന്നില്ല. അതെന്താ പറ്റില്ലാതെ എന്താ, നമ്മള് പഠിച്ചെടുത്ത് പാടി പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. ജന്മനാ കിട്ടുന്ന ഒരു സൗണ്ട് ഉണ്ട്, ആ സൗണ്ട് കിട്ടുക എന്നുള്ളത് പാടാം. അല്ല, നമ്മുടെ തൊട്ടി സൗണ്ടിൽ നമുക്ക് പാടാൻ പറ്റില്ല. ഓക്കെ, അല്ല എനിക്കിപ്പോ നിക്കണ നിപ്പിൽ ഇപ്പൊ സൂപ്പർമാൻ പറക്കുന്ന പോലെ എനിക്ക് പറക്കണം. പോസിബിൾ ഉണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ഒരു സാധനം കണ്ടുപിടിക്കണം. ഫിറ്റിംഗ്സ് അല്ല പറയുന്നത്, നിക്കുന്ന നിപ്പിൽ പറക്കണം, അതാ പറയുന്നത്. അതല്ല, അതിലുണ്ടെന്ന് എന്താ ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കൊരു മരണമില്ലാത്ത ജീവിയാണ്. എന്നെ വെട്ടിയാലും കൊന്നാലും എല്ലാം ഞാൻ വീട് അതിനുവേണ്ടി ഒരു സാധനം നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ പറ്റത്തില്ലല്ലോ. ഒരു മനുഷ്യന്റെ തല വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ചത്ത്. ഞാൻ തല വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചത്തറേ. അല്ലാതെ അതെങ്ങനെ ചാവും? ഒരു മനുഷ്യൻ ചാവാന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ ഹൃദയം എടുത്ത് നിൽക്കുന്ന ആളാ ചാവുന്നത്. ഞാൻ തല പോയിക്കാണെങ്കിൽ ഹൃദയം എടുത്ത് ചിലപ്പോ ഓടിയാലോ? അപ്പൊ ജീവനല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ ആ സാധനമല്ല, ഈ തല വെട്ടി കഴിയുമ്പോ തന്നെ അത് റീജോയിൻ ആവണം അപ്പൊ തന്നെ. പോസിബിൾ ആണോ? പോസിബിൾ ഇപ്പൊ അല്ല, പക്ഷെ അതിനൊരു സാധനം കണ്ടുപിടിച്ചത് പോസിബിൾ ആവൂലേ? പോസിബിൾ ആവാത്തെന്താ? വണ്ടി ഫുൾ ആയിട്ട് കൈ വെട്ടിക്കളഞ്ഞാലും വെട്ടിക്കളഞ്ഞാലും അത് റീജോയിൻ ആവണമെങ്കിൽ നീ ടൈം എടുക്കും. ശരി, ഞാൻ അത് ഫിറ്റിംഗിൽ എന്തെങ്കിലും വന്നാലോ? എന്തിന് പണ്ടത്തെ കാലത്ത് ഈ മറ്റേ മരുന്ന് വെച്ച മറ്റേ മരുന്നായിരുന്നു. വന്നിട്ടുണ്ടോ? വന്നാലോ അല്ല ഉണ്ടോ? ഇല്ലല്ലോ. പറ്റൂ, ഇപ്പൊ പറ്റുമോ നിനക്ക്? നിന്നെ അതാ ചോദിച്ചേക്കണേ. പക്ഷെ നിനക്ക് ഫ്രീ വിൽ എന്ന് പറഞ്ഞ സാധനം നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. എനിക്കൊരു ഫോൺ എടുക്കണം. അല്ല, ഫോൺ എടുക്കാനല്ല, എന്റെ ബില്ല് വേറെ പലതും ഉണ്ടാവും. എനിക്ക് ഇൻവിസിബിൾ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം, പറ്റുമോ? അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചാൽ പറ്റൂല. ഇൻവിസിബിൾ നിങ്ങൾക്ക് ഒരു മാന്ത്രിക കല്ല് മറ്റേ അതേപോലെ നിനക്ക് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നിനക്ക് പറ്റുമോ? അതാ ചോദിക്കുന്നേ. ഇപ്പഴല്ലെന്ന്, ഇപ്പൊ ഉണ്ടോ ഇല്ല നല്ലെന്ന് മനസ്സിലാ. പണ്ട് ആൾക്കാർക്ക് പറക്കുന്നുള്ള സംഭവം അത്ഭുതമാണ്. ഇപ്പൊ നീ വിചാരിച്ചു ഇങ്ങനെ നിന്ന് നിൽപ്പിൽ പറക്കാൻ പറ്റുമോ? ചിലപ്പോ വരുമായിരിക്കും. ടൈം എടുത്തിട്ട് സംഭവം നടന്നില്ലേ? സെയിം സാധനം. എന്താണ് നിന്നെ ഒരു 100 പീസാക്കി കണ്ടിച്ച് നുറുക്കി മാറ്റി വെച്ചോ, അതെല്ലാം കൂടി ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോ ശരിയാവണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ റീജോയിൻ ആയി വരും. ഓട്ടോമാറ്റിക്കലി ആവണമെന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു സാധനം ഇപ്പൊ ഈ ഒരു ബൾബ് ഇവിടെ വെളിച്ചം അങ്ങനെ ജന്മത്തിൽ നടക്കൂലടാ. നീ എന്താ പറയണ? ജീവൻ പോയി കഴിഞ്ഞാൽ അത് റീജോയിൻ ഓട്ടോമാറ്റിക് ആവത്തില്ല. നീ എന്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കാര്യമില്ല, പൊട്ടത്തരാന്ന് വിചാരിക്കുള്ളൂ. ഒരു സാധനം കണ്ടുപിടിച്ചാലോ? എന്തൊരു സാധനം കണ്ടുപിടിച്ചാൽ നമ്മളെ തിങ്ക് ചെയ്യാത്ത എന്തൊരു സാധനങ്ങൾ ഈ ലോകത്ത് കണ്ടുപിടിച്ചു. കൊരങ്ങെന്ന് മനസ്സിലായില്ലേ? അതുപോലെ ഇത് വേറെ 1000 കോടി കൊല്ലങ്ങൾ കഴിയുന്ന സമയത്ത് അങ്ങനെ ആയിക്കൂടാന്ന് ഇത്ര നിർബന്ധം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ജീവിയുണ്ട്, ആസ്ട്രോട്ടിൽ എന്ന് പറഞ്ഞ ജീവിയുണ്ട്. അതിന്റെ കയ്യും കാലും ഒക്കെ വെട്ടിക്കളഞ്ഞാൽ എന്തിന് പല്ലിയില്ലടാ? പല്ലിയുണ്ടല്ലോ. അതിന് ടൈം എടുക്കും, വളരാൻ ടൈം എടുക്കും. അങ്ങനെയല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ നിൽക്കുന്ന നിൽക്കില്ല. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയല്ല. മനുഷ്യനും ആ മൃഗത്തിന്റെ പ്രകൃതി അങ്ങനെയല്ല. മനുഷ്യന്റെ കൈ ഇപ്പൊ അല്ലെങ്കിൽ വിരൽ വെട്ടി കഴിഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ച് വേറൊരാളെ കൊണ്ട് അത് വെച്ചാൽ മാത്രമാണ് അത് റീജോയിൻ ആകത്തുള്ളൂ. അതാണ് ഇനി ഇപ്പൊ ഒരു മരുന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് ഇനി ആ മനുഷ്യന്റെ ഇതിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തതിന്റെ സാധനം തിരിച്ചു കയറുമെങ്കില വളർന്നു വന്നില്ല. അങ്ങനെ പോസിബിൾ വന്നെന്നല്ല, അത് പോസിബിൾ ആവാത്ത കാര്യമാണ് എനിക്കറിയാം. പക്ഷെ അങ്ങനെ വന്നാലോ? പോസിബിൾ ആവാത്ത കാര്യം നിനക്കറിയാം. അതാണ് സംഭവം. എല്ലാ കാര്യങ്ങളും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. എനിക്കെന്താ എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം പ്രകൃതിയുടേതായ ഒരു കാര്യമുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് സണ്ണിനെ പിടിച്ചിട്ട് തിരിക്കാൻ പറ്റുമോ?
മേ ബി പറ്റിയേക്കാം. പറ്റില്ല. ഇനി അങ്ങനെ ഒരു സംഭവം വന്നാലോ? കണ്ണിന്റെ അടുത്തേക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ സണ്ണിന്റെ പവറൊക്കെ പോയി നോർമൽ ഒരു ഇതുപോലെ അങ്ങനെ മാറ്റാൻ പറ്റില്ലേ? പറയാൻ പറ്റില്ല. സണ്ണ് പറയുന്നത് വെള്ളോ ഞാനേ സണ്ണ് ഒരു ഒബ്ജക്റ്റ് ആണല്ലോ. അത് ഗ്രഹമല്ലേ അത്? ഒരു ഒബ്ജക്റ്റ് അല്ലേ? അതെങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആണ്? വേൾഡ് ഒബ്ജക്റ്റ് ആണോ? വേൾഡോ? വലിയൊരു ഒബ്ജക്റ്റ് ആണ്. എർത്ത് ഒബ്ജക്റ്റ് ആണോ? വലിയൊരു ആ സൂപ്പർ. ഞാൻ ഞാനല്ല പറഞ്ഞേ. ഇപ്പൊ നമ്മള് ഇവിടുന്ന് ഈ എർത്തിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ നമ്മള് കുറെ നൂറ്റാണ്ടുള്ളവര് വിചാരിച്ചിട്ടുണ്ട് എർത്തിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. വിചാരിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ സ്പേസിലേക്ക് പോകുന്നില്ലേ? ആര് വിചാരിച്ചല്ല? അതിലല്ലല്ലോ കാര്യം. എന്ത് വിചാരിച്ചു? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒറ്റ കാര്യമുള്ളൂ. നിനക്കാണെങ്കിൽ ഈ എർത്ത് പിടിച്ച് പൊക്കി ഇങ്ങനെ പിടിച്ചെടുത്താൻ പറ്റുമോ? പറ്റുമോ? അല്ല അതൊരു വില്ലാണ്ട് കൂട്ടിക്കോ. അതൊരു വില്ലായിട്ട് കൂട്ടിക്കോ. അത് നിനക്ക് പറ്റുമോ? ചിലപ്പോ ഒരു ടൈമിൽ പറ്റുന്ന നമ്മൾ ഈ സ്പേസിൽ നിന്ന് പറഞ്ഞ സംഭവം തിരിച്ചു നിർത്തിയാലോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ നിന്റെ ഡിസിഷൻ അങ്ങനെയാണ്. പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് പറ്റാത്തതല്ല. കൊല്ലങ്ങൾ 1000 കൊല്ലം അതിനകത്ത് ചോദിച്ചേക്കുന്നതാണ്. നിനക്ക് അങ്ങനത്തെ പറ്റാത്തതായിട്ട് ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നത്. നിനക്ക് പറ്റാത്തായിട്ട് ഒന്നുമില്ല. എനിക്ക് പറ്റാത്തതായിട്ട് അല്ലെന്ന് അതിനകത്ത് ചോദിക്കുന്നേ. ഫ്യൂച്ചർ ജനറേഷന് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഫ്യൂച്ചർ ജനറേഷൻ ഇതിനായിട്ടൊരു സാധനം പറയാൻ പറ്റത്തില്ല. ഒന്നും നമ്മുടെ കയ്യിലല്ല. സൂപ്പർമാൻ ആവാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? അതൊക്കെ ആരും വിശ്വസിക്കോ? സൂപ്പർമാൻ ആവാൻ എനിക്ക് സ്പൈഡർമാൻ ആവാന്ന് പറയുന്നത് വിശ്വസിക്കത്തില്ല. അതെന്താ സ്പൈഡർമാൻ ആയിക്കൂടാന്ന്? സമാധിയാവോ? സ്പൈഡർമാൻ ആയിക്കൂടാന്നുള്ള ഇത്. പിന്നെ നിന്നെ ആണെങ്കിൽ 8 കാലം അടിക്കുന്ന സ്പൈഡർമാൻ ഇതാണ് നിങ്ങളുടെ ചിന്താതി വേണ്ട. 8 കാലം പഠിച്ചാൽ മാത്രമേ ഇതാവുള്ളൂ. പിന്നെ നീ എങ്ങനെയാണ് അതിനുള്ള ഒരു സംഭവം നീ എങ്ങനെ അമേസിംഗ് സ്പൈഡർമാനിൽ സ്പൈഡർമാൻ 8 കാലം അടിച്ചിട്ടാണ് മെഷീൻ ഉണ്ടാക്കും? ഞാൻ പറഞ്ഞത് മറ്റേ സ്പൈഡർമാനാണ്. മറ്റേത് ഡൂപ്ലിയാണേ. എന്റെ ഒപ്പീനിയൻ ഇതാണ്. എല്ലാം നടക്കത്തില്ല. എന്റെ ഒപ്പീനിയൻ നിങ്ങൾ പറയണ എല്ലാം നടക്കുന്നു ഇവിടെ വേൾഡില്. മേ ബി ആവും. അല്ല നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ എന്നെ പറയാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ മനുഷ്യന്ന് കുരങ്ങുണ്ടായിരുന്ന സയന്റിസ്റ്റ് പറയുന്നു. സോ അതുപോലെ ചിലപ്പോ ഇനി മനുഷ്യന്മാരിൽ നിന്ന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജീവികൾ ചിലപ്പോ ഇനി മനുഷ്യന്മാരിൽ ചിലപ്പോൾ തിരിച്ച് കുരങ്ങന്മാരിലേക്ക് ആയിക്കോളാം. ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ നാളെ ജനിക്കുന്ന സമയത്ത് വേറെ അതൊക്കെ ഉണ്ടാവും. പറയാൻ പറ്റത്തില്ല. പ്രക്രിയ സംഭവിച്ചേക്കാം. 100 രൂപ ചെയ്യാൻ പിടിക്കാന്ന് പറഞ്ഞാലോ? അതാ പറഞ്ഞത്. അങ്ങനെ പറ്റൂന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന? ഞാൻ എന്തായാലും അത്ര മണ്ടനല്ല അങ്ങനെ വിശ്വസിക്കാനായിട്ട്. ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഗെയിം ഉണ്ടല്ലോ 2v1 ആയിരുന്നു. 2v1 അല്ല എന്റെ അഭിപ്രായം അതും ഇവന്റെ അഭിപ്രായം സെയിം ആയതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾ എന്തിനാ 2v1? അതന്നെ 3v1 നിങ്ങളുടെ അഭിപ്രായം വേറെ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വ്യത്യസ്തമായിട്ട് ചിന്തിക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻ ചാലഞ്ച് ഗൈസ് നിങ്ങളെ എന്റർടൈൻമെന്റ് ആക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങൾ അടികൂടാതിരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത കിള്ളൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ് ഗൈസ്. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്.